അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനരാകുന്ന ഷെയ്ഖ് റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വഫാത്തിന്റെ സമയത്ത് അവരുടെ മരുമകൻ മഹാനുഭാവനോട് ചോദിക്കുന്നുണ്ട്, അങ്ങേ തൊട്ട് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകേണ്ടത്? വിടവാങ്ങലിന് തൊട്ടു മുമ്പ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, കുൽ അന്നി മാ നാമ ലൈലത്തൻ ഇല്ലാ വ അറാ കുല്ലൽ ഖൽഖി അഫ്ളല മിന്നി. എന്റെ സന്ദേശമായി ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്, ഒരു രാത്രിയും ഞാൻ വിശ്രമിച്ചിട്ടില്ല, ഇല്ലാ വ അറാ കുല്ലൽ ഖൽഖി അഫ്ളല മിന്നി. ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും എന്നേക്കാൾ ശ്രേഷ്ഠരാണ്, അവരെക്കാളൊക്കെ ഒരുപാട് താഴെയാണ് ഞാൻ എന്ന് ചിന്തിച്ചിട്ടല്ലാതെ. വലാ ഹറജ ഖത്തുൻ, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്നേക്കാൾ വലിയവരാകുന്നതിൽ എനിക്കൊരു പ്രയാസവുമില്ല. വലാ അറാ ലി നഫ്സി ഖീമത്തൻ ഖത്തു, ഞാൻ എന്റെ നഫ്സിന് ഒരു വിലയും കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമുക്ക് സ്വന്തം ഒരു വിലയിടുകയും ആ രൂപത്തിൽ മറ്റുള്ളവരെ കാണുകയും ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വളരെ പ്രധാനിയായ ആത്മീയ പശ്ചാത്തലത്തിൽ അദൃശ്യ ലോകങ്ങളുമായി ബന്ധപ്പെട്ട് ഇലാഹി സ്മരണയുടെ അനുരാഗ സാഗരത്തിൽ ആറാടി ജനിച്ച സമയത്ത് തന്നെ ഒരുപാട് അനിതര സാധാരണ സംഭവങ്ങൾക്ക് സാക്ഷിയായി 20ാമത്തെ വയസ്സിൽ അവിടുത്തെ ഉസ്താദ്, അവിടുന്ന് അബുൽ ഇൽമൈൻ, ഇൽമു ശരീഅയിലും ത്വരീഖത്ത്, ഹഖീഖത്ത് തുടങ്ങി ലാഹിരിയും ബാത്തിനിയുമായ എല്ലാ ഇൽമുകളും മേളിച്ച വ്യക്തി എന്ന സ്ഥാനപ്പേര്, അബുൽ ഇൽമൈൻ എന്ന സ്ഥാനപ്പേര് കൊടുത്താണ്. അദ്ദീനു അന്നസീഹ, പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഗുണകാംക്ഷയാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വചനത്തെ അന്വർത്ഥമാക്കി ഈസാലുൽ ഖൈരി ഇലൽ ഗൈർ, മറ്റുള്ളവരിലേക്ക് നന്മ എത്തിക്കുന്നതിനു വേണ്ടി, സ്വാന്തന സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവച്ച മഹാനുഭാവൻ പറയുന്നത്, എന്നേക്കാൾ ശ്രേഷ്ഠരാണ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്നാണ്. ആ മഹാനുഭാവനെ പാഠമാക്കി അവിടുത്തെ ജീവിതത്തിൽ നിന്ന് പകർത്തി ശിഷ്ടകാല ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഹാനുഭാവന്റെ ഉഖ്റവിയായ ദറജകൾ അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.